ഭക്തിനിർഭരമായ ദൃശ്യവിരുന്ന് തന്നെയാണ് തിരുനാവായിലെ നിള ആരതി. അധികമാണ്. നിളാദേവിക്ക് അഗ്നിദീപങ്ങൾ കൊണ്ട് വന്ദനം. പണ്ഡിറ്റുകളുടെ കയ്യിൽ ഉയർന്നു താഴുന്ന വിളക്കുകൾ, ആ വിളക്കുകൾക്കുമുണ്ട് അനവധി സവിശേഷതകൾ. നമുക്ക് ആ വാർത്ത കണ്ടിട്ട് വരാം. നിളയൊഴുകും പോലെ നിളാതീരത്തും ഭക്തരുടെ ഒഴുക്ക്. നാടൊന്നാകെ നാവാമുകുന്ദൻ്റെ നാട്ടിലേക്ക്. ലക്ഷ്യമൊന്നു മാത്രം, നിള ആരതി കാണണം, ആ പുണ്യം നുകരണം. ആത്മീയത നിറഞ്ഞ അന്തരീക്ഷം. എങ്ങും മുഴങ്ങുന്ന മന്ത്രോച്ചാരണം, ശംഖനാദം, മണിമുഴക്കം. പണ്ഡിറ്റുകളുടെ കയ്യിൽ ജ്വലിക്കുന്ന വലിയ വിളക്കുകൾ. പണ്ഡിറ്റുകൾ അനായാസം എടുത്തുയർത്തുന്ന വലിയ വിളക്കുകൾ. പിച്ചളയിൽ പണി കഴിപ്പിച്ച ആ വിളക്കുകൾ ഘടനയിലും സങ്കല്പത്തിലും സവിശേഷമാണ്. ആരതിയുടെ വിവിധ ഘട്ടങ്ങളിൽ വ്യത്യസ്ത രൂപത്തിലുള്ള വിളക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ബഹുതല വിളക്കുകളാണ് പ്രധാന ആകർഷണം. മുകളിലേക്ക് പോകും തോറും വലിപ്പം കുറഞ്ഞു വരുന്ന ഗോപുര മാതൃകയിലാണ് ഇതിൻ്റെ രൂപം. ഇവയ്ക്ക് 5, 7, 9 എന്നിങ്ങനെ ഒറ്റ സംഖ്യയിലുള്ള തട്ടുകളുണ്ടാകും. 4 മുതൽ 6 കിലോ വരെയാണ് ഇവയുടെ ഭാരം. ഈ വിളക്കുകൾ കൈകാര്യം ചെയ്യാൻ വലിയ പരിശീലനം തന്നെ ആവശ്യമാണ്. പൂജാരിമാർ ഒറ്റ കൈയിൽ പോലും ഈ വിളക്കുകൾ അനായാസം കൈകാര്യം ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാനാകും. തട്ടുകളിൽ കർപ്പൂരവും നെയ്യും ഉപയോഗിച്ചാണ് ദീപം തെളിയിക്കുന്നത്. ഈ ചൂട് സഹിച്ചുകൊണ്ട് ഏകദേശം 45 മിനിറ്റോളം വിളക്കുകൾ ഉയർത്തിപ്പിടിക്കുന്നത് വലിയൊരു കഠിനാധ്വാനം തന്നെയാണ്. യുവപൂജാരിമാർ വർഷങ്ങളോളം വാരണാസിയിലെ വേദപാഠശാലകളിൽ ഇതിനായി പരിശീലനം നേടുന്നു. വിളക്കുകൾ അനായാസം കൈകാര്യം ചെയ്യാനും കൈകൾക്ക് തളർച്ചയുണ്ടാകാതെ ചലിപ്പിക്കാനും അവർ പ്രത്യേക വ്യായാമങ്ങളും ചെയ്യുന്നു. ബഹുമുഖ വിളക്കിനൊപ്പം ഒരു പ്രധാന തിരിയുള്ള ഏകമുഖ വിളക്കും, പാമ്പിൻ്റെ പത്തിയുടെ രൂപത്തിലുള്ള നാഗദീപവും, മയിലിൻ്റെ ആകൃതിയിലുള്ള മയൂരദീപവും ആരതിക്കായി ഉപയോഗിക്കുന്നു. അതോടൊപ്പം ചിരാതുകളും വലിയ വെങ്കല വിളക്കുകളും നിളാതീരത്ത് ദീപപ്രഭയേകുന്നു. തിരുനാവായയിലെ നിള ആരതി കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഊർജവും ഉണർവും ആ പൂജാരിമാരുടെ കഠിനാധ്വാനം കൊണ്ടുകൂടിയാണെന്ന് ഓരോ ഭക്തരും ഓർക്കണം. ന്യൂസ് ഡെസ്ക് ജനം.